നമസ്കാരം, ഞാൻ ഡോക്ടർ കൃഷ്ണകുമാർ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് ആൻഡ് എസ്തെറ്റിക് സർജറി വിഭാഗം മേധാവിയാണ്. ഇന്ന് നമ്മൾ ലേഡീസിനെ വളരെ അധികം അലട്ടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് പ്രതിപാദിക്കും. അതായത് ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ. എന്താണ് ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ? ഒരു ലേഡിക്ക് ഒരു ബ്രസ്റ്റ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ അഫക്റ്റ് ചെയ്ത മാറിടം അല്ലെങ്കിൽ ബ്രസ്റ്റ് നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് ഒഴിവാക്കേണ്ടി വരും. അത് ക്യാൻസറിനുള്ള ചികിത്സയാണ്. ക്യാൻസർ ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ചെയ്തേ പറ്റുള്ളൂ. അതിൽ യാതൊരു സംശയവും നമുക്കൊന്നുമില്ല. ജീവൻ മരണ പ്രശ്നത്തിൻ്റെ ഒരു ഭാഗമാണിത്. പക്ഷേ ആ ഓപ്പറേഷൻ കഴിയുമ്പോൾ ആ ആളുടെ മാനസികാവസ്ഥ എന്താണ്? ഒരു സൈഡിൽ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ ഒരു ബ്രസ്റ്റ് ഇല്ല, മറ്റേ ഭാഗത്ത് ഒരു പൂർണ്ണമായിട്ടൊരു ബ്രസ്റ്റ്. അത് വളരെ ഇൻകോൺഗ്രുവസും വളരെ മാനസികവും ശാരീരികവും സോഷ്യലുമായിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സിനാറിയോ ആണ്. പണ്ട് ആൾക്കാർ ബ്രായ്ക്കുള്ളിൽ പാഡ് വെക്കും, അല്ലെങ്കിൽ പാഡഡ് ബ്രാ വെക്കും, അല്ലെങ്കിൽ എക്സ്റ്റേണൽ പ്രോസസ്സ് വെക്കും. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് തരണം ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ഒരു സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ ഒരു ആ ലേഡിക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യം ഒരിക്കലും ആയിരുന്നിട്ടില്ല. പക്ഷേ പ്ലാസ്റ്റിക് സർജറിയുടെ നൂതനമായ പല ടെക്നിക്കുകൾ ഇപ്പം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ? ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ നഷ്ടപ്പെട്ട ബ്രസ്റ്റ് പ്ലാസ്റ്റിക് സർജറി ടെക്നിക്സ് വഴി പുനഃസൃഷ്ടിച്ച് പഴയതുപോലെ തന്നെ നല്ല ഭംഗിയും ഷേപ്പും സൈസുമുള്ള ഒരു ബ്രസ്റ്റ് ഉണ്ടാക്കുന്ന സർജറിക്കാണ് ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ സർജറി എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുക? രണ്ട് വഴിയിൽ നമുക്ക് ചെയ്യാം. ആ ആളുടെ ശരീരത്തിലെ കോശങ്ങൾ മാത്രം ഉപയോഗിച്ച് ബ്രസ്റ്റ് റീകൺസ്ട്രക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ടെക്നിക്ക്, ആ ആളുടെ ശരീരത്തിലെ കോശങ്ങളും ഒരു ഇംപ്ലാന്റും കൂടെ കമ്പൈൻ ചെയ്തിട്ടും നമുക്കിത് റീകൺസ്ട്രക്റ്റ് ചെയ്യാം. ഒരു ലെങ്തി സർജറി ആണെങ്കിൽ പോലും റീസണബിളി കോംപ്ലിക്കേഷൻ ഫ്രീ സ്ട്രെയിറ്റ് ഫോർവേഡ് ഒരു പ്രൊസീജിയറാണ്. ഇത് പല ആൾക്കാർക്കും ആ മാറിടം അല്ലെങ്കിൽ മാസ്റ്റെക്ടമി ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് റീകൺസ്ട്രക്റ്റ് ചെയ്യാം. അതായത് ഒരാൾ 2 ബ്രസ്റ്റുമായിട്ട് തിരിച്ചു വരികയാണെങ്കിൽ മാസ്റ്റെക്ടമി ചെയ്ത ഒരു ബ്രസ്റ്റ് ഒഴിവാക്കി അപ്പോൾ തന്നെ റീകൺസ്ട്രക്റ്റ് ചെയ്ത് ഒന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ പലർക്കും തിരിച്ചു പോകാൻ സാധിക്കും. പിന്നെ ചില സെലക്റ്റഡ് ആൾക്കാർക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് റേഡിയോതെറാപ്പിയും കീമോതെറാപ്പിയും കഴിഞ്ഞിട്ട് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് ഓരോ ആൾക്കാരുടെയും കേസ് ടു കേസ് ബേസിസ് ഡിസൈഡ് ചെയ്യേണ്ട ഒരു തീരുമാനമാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ചികിത്സ ബ്രസ്റ്റ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് ഇമോഷണലായിട്ടും മാനസികമായിട്ടും സോഷ്യലായിട്ടും വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ എന്ന സർജറി മുഖേന നഷ്ടപ്പെട്ട എല്ലാ കോശങ്ങളും ഭാഗങ്ങളും തിരിച്ച് റീകൺസ്ട്രക്റ്റ് ചെയ്ത് നല്ല ഷേപ്പ്, സൈസ്, കോൺടൂർ ഉള്ള ഭംഗിയുള്ള ഒരു ബ്രസ്റ്റ് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നന്ദി.